ഹേ ഡാഡി മമ്മി വീട്ടിലില്ല, കടപോടെ ആരുമില്ല, വിളയാട് ബൊമ്മ ഉള്ളേ പില്ലാതാ. ഡാഡി മമ്മി വീട്ടിലില്ല, കടപോടെ ആരുമില്ല, വിളയാട് ബൊമ്മ ഉള്ളേ പില്ലാതാ. ഡാഡി മമ്മി വീട്ടിലില്ല, കടപോടെ ആരുമില്ല, വിളയാട് ബൊമ്മ ഉള്ളേ പില്ലാതാ. ഞാനല്ലേ പാടിയ, ഇവളെന്തിനാ ദേഷ്യപ്പെടുന്നേ? ദീപ എന്തുപറ്റി? എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇങ്ങനെയുള്ള സ്റ്റുപ്പിൾ പണികളെല്ലാം കാണിച്ചാലേ ദിവ്യ എന്നല്ല ആരും തന്നെ പ്രേമിക്കില്ല. ദിവ്യസ് ഗോൺ. അവിടെ ചാപ്റ്റർ ഓവർ. അരവിന്ദ്, അത് മനസ്സിലാക്കാതെ വെറുതെ അടിച്ചു പൊളിക്കാണ് അവിടെ. ഈ ഭ്രാന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ലൂസുകൾ. നിനക്ക് അവന് ഇഷ്ടമാണെങ്കിൽ നേരിട്ട് പ്രപ്പോസ് ചെയ്യ്. ഞങ്ങളെ ലൂസാക്കുന്നത് എന്തിനാ? ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ അരവിന്ദിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്? നീ അന്വേഷിക്കുന്ന നിന്റെ മുന്നിൽ തന്നെയുണ്ട്. വേണ്ടെന്ന് വെച്ചോളെ പറഞ്ഞു വിടുന്നതിന്റെ സമയം കളയാതെ. ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല അരവിന്ദ്. ഇത് പറയാനാണോ വന്നേ? കുഴലിൽ കൂടെ വെള്ളം വരുമ്പോഴാ ബക്കറ്റ് വെക്കട്ടെ എന്നാ പറഞ്ഞു വന്നത്. ഞാനൊന്ന് ഓഫ് ആവുക. ഓ ഡേയ്, എന്താ ആൾമാറാട്ടം നടത്തി പേടിപ്പിക്കുന്നേ? നിങ്ങളൊരു വലിയ മനുഷ്യനെന്ന് കരുതിയ നേരത്തെ ഞാൻ സംസാരിച്ചേ. ഇത്രയ്ക്കും തറയായി പോയല്ലോ. എനിക്ക് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ സംസാരിച്ചത് എന്റെ അച്ഛനോടാ? അതെ, ഞാനും എന്റെ മാമനോടാ സംസാരിച്ചേ. അല്ല, എനിക്ക് ചെറിയൊരു ഡൗട്ട്. സത്യത്തിൽ അയാൾ നിന്റെ അച്ഛനാണോ അതോ മാമയാണോ? അരവിന്ദ്! അയ്യോ! എങ്ങനെയാ വീണേ? അരവിന്ദ്, ഞാൻ നോക്കട്ടെ. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. ഓവർ ആക്ഷൻ മതിയാക്കിക്കോ. ഇനി അഭിനയിച്ച ഹോസ്പിറ്റലിൽ അവാർഡ് കിട്ടും. എഴുന്നേറ്റ് അരവിന്ദ്. എഴുന്നേൽക്കുന്നില്ലേ അരവിന്ദ്? അരവിന്ദ്, അരവിന്ദാ, എണീക്കടാ. അരവിന്ദ്, ഇതെന്തോ സീരിയസ് ആണെന്ന് തോന്നുന്നത്. അരവിന്ദ്, അരവിന്ദ്, എല്ലാവരും ഒന്ന് കൈ വെക്കടാ. പൊക്ക്. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു ടാക്സി, ആംബുലൻസ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഞാൻ ബിസി കൈ ഭാസ്കരനെ സംസാരിക്കുന്നേ. സോറി, ഭാസ്കരനെ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ ഭാസ്കർ. ഒന്നുമില്ല. ഒന്നുമില്ലേ? അപ്പൊ ഓക്കെ. അല്ല, അതല്ല ഞാൻ പറഞ്ഞു. ഹലോ, അവന് ബോധം വീണു. അരവിന്ദ് എഴുന്നേറ്റു. നീ എന്താ ഈ നോയിക്കൊണ്ടിരിക്കുന്നേ? അവരെ കൊണ്ടുവന്ന് ഇരുത്താൻ നോക്ക്. ഇങ്ങോട്ട് ഇവിടെ ഇരിക്ക. ഇവിടെ ഇരുത്ത്. അരവിന്ദ്, അയ്യോ ഓക്കെ? ഞാനൊക്കെ. എന്നാ നിങ്ങളൊക്കെ ആരാ? ഞാൻ ദീപയാടാ. ഡാന്നോ? ഹേ ദിവ്യ, ആരാ ഇവരൊക്കെ? നിന്റെ ഫ്രണ്ട്സാ? ഓ, നമ്മുടെ കല്യാണത്തിന് വന്നാണല്ലേ? മോൾ ഇങ്ങോട്ടൊന്ന് മാറിക്ക, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എടാ, ഞാൻ ആരാണെന്ന് മനസ്സിലായ? എന്താച്ചാ? അപ്പൊ അത് വിട്. 20x19 എത്രയാ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. കണക്കിൽ പിന്നിലാണെന്ന്. ആൽജിബ്രാക്ക് ആകെ 5 മാർക്ക് കിട്ടിയത്. അതെ, സത്യമായിട്ട് നിനക്ക് ആരെ മനസ്സിലായില്ലേ? അറിയില്ലടാ. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്താ എല്ലാരും ചുറ്റിനിങ്ങനെ നിൽക്കുന്നേ? കുറച്ചു നേരം മുമ്പ് നിനക്ക് എന്താ സംഭവിച്ചെന്ന് ഓർമ്മ ഉണ്ടോ? എന്റെയും ദിവ്യയുടെ കല്യാണം പാർട്ടി നടത്തുന്നതാരും ഡിസൈഡ് ചെയ്തു. എല്ലാരും ഇങ്ങോട്ട് വന്നേ. നീ അവിടെ ഇരിക്കും, നിന്നെ വിളിക്കാം. നിങ്ങളെല്ലാരും വാ. അവൻ താഴെ വീണപ്പോ അവന്റെ തല തട്ടിയതല്ലേ, ഷോക്കായി കാണും. ഇപ്പൊ അവന്റെ അടുത്ത് സത്യം എന്താന്ന് പറഞ്ഞാ ആകെ പ്രശ്നവും. അപ്പൊ അവന് അമ്നേഷ്യം പിടിച്ചെന്നാ? അതെ, ഇത് സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണതാ. പ്ലീസ്, നീ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. ദിവ്യ, എന്താ ഇവിടെ നടക്കുന്നേ? ഇത് പാക കുരിശായല്ലോ. എന്താ നിങ്ങൾ ഇങ്ങനെ കൂടിയെന്ന് സംസാരിക്കുന്നേ? അത് എന്റെ ഫ്രണ്ട്സ് നമ്മുടെ കല്യാണത്തിന് ദൂരെ നിന്നൊക്കെ വന്നിരിക്കല്ലേ, വല്ലാതെ ടയർഡായിരിക്കുക. അതുകൊണ്ട് പാർട്ടി നാളേക്ക് വെച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഓ, അങ്ങനെയോ? എന്താ സാറിന്
പാർട്ടി മാറ്റി വെച്ചത് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. എനിവേസ്, ഐ എം അരവിന്ദ്, ദിവ്യയുടെ ഹസ്ബൻഡാ. പ്ലീസ്. അർജുൻ, ദിവ്യയുടെ ഫ്രണ്ട്. കൊച്ചു കള്ള ചുമ്മാ. ഓക്കെ ഓക്കെ, റിലാക്സ്. എല്ലാരും ടയർഡ് ആയിരിക്കല്ലേ, പോയി റെസ്റ്റ് എടുത്തോ. ഓക്കെ, ബൈ. വരെ ശില്പ. ബൈ ശില്പ, ബൈ ബൈ. ഇങ്ങനെ നോക്കാതെ എനിക്ക് നാണം വരുന്നു. ആഹാ, നിനക്ക് നാണമൊക്കെ ഉണ്ടോ? പിന്നെ എങ്ങനെയാടാ മച്ചാ, എന്റെയും ദിവ്യയുടെയും ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് എല്ലാരും മനഃപൂർവ്വം എസ്കേപ്പ് ആയി സിഗ്നലും കാണിച്ച് പോയതല്ലേ. നിങ്ങളും എവിടെയെങ്കിലും വേണമെങ്കിൽ പോയിക്കോ, ഞാൻ പോയിട്ട് വരാം. സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ ഫാമിലി. അപ്പനും മോനും കൂടെ കാലന്റെ കയ്യിൽ നിന്ന് പോത്തിനെ വരെ അടിച്ചു മാറ്റും. ഏയ്, അവൻ എന്താ പറയുന്നത് എനിക്ക് പോലും ഇപ്പൊ അറിയില്ല. അവൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയി എന്നൊക്കെ പറയാ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? വാതിലുമില്ലേ? ഏയ് ദിവ്യ, ഈ വീട്ടിലെ നാടകത്തിന് ഒരു കുറവില്ലല്ലോ. ഹോ, എനിക്ക് മനസ്സിലാവുന്നില്ലടി. ഏയ്, നീ എന്താടാ ഇവിടെ? എന്താടാ ഇങ്ങനെ നാണം കുണുങ്ങിയ പോലെ നിൽക്കുന്നേ? ദേ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് എന്നെ ഇല്ല ഇല്ല ഇല്ല, വെളിയില്- അകത്തിന്റെ ഫ്രണ്ട് ഉണ്ട്, നീ ഇപ്പൊ പോ. ഏയ്, ഒരു മിനിറ്റ്. നിന്റെ ഫ്രണ്ടിന് വേണമെങ്കിൽ എന്റെ അച്ഛന്റെ മുറിയില്. വേണ്ട വേണ്ട, അങ്ങനെ നമ്പാൻ കൊള്ളത്തില്ല. ആ, വേണമെങ്കിൽ താഴെ ഷീറ്റ് വിരിച്ച്. അതൊന്നും നടക്കില്ല, നീ ഇപ്പൊ പോ. ഏയ്, നിക്ക്. എന്താ? എന്റെ വൈഫ്. ഒന്ന് വന്നേ. അരവിന്ദ്, വരാൻ. വിടാൻ പറഞ്ഞില്ലേ? ഒരു കിസ്. ഒരു കിസ്. അയ്യോ. ഇവിടെ. ഓ. ആ. ഇനി ലിപ്സ്. ഹേ, പോവാനല്ലേ പറഞ്ഞു? പ്ലീസ് ഒരു തവണ പ്ലീസ്. പോടാ. ഭാവി. ദിവ്യ. ഓ. എടാ അരവിന്ദ്, നിനക്ക് ഇവരെല്ലാം പറ്റിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നിന്റെ അപ്പനാ. പള്ളിയിലച്ഛനെ കുർബാന പഠിപ്പിക്കല്ലേ. ചിൽ ഡാഡ്, റിലാക്സ്. നിങ്ങളെ കുഞ്ഞിനെ പാല് കുടിക്കാൻ പഠിപ്പിക്കില്ലേ? ഒളിമ്പിക്സ് താരങ്ങൾ പോലും ഇങ്ങനെ ബോൾ പിടിച്ചിട്ടുണ്ടാവില്ല. ടിങ് ടക്കിങ് ടിങ്. എന്റെ ശില്പയെ നോക്ക്, ഒരു അടിപൊളി കുതിരയെ പോലെ ആ മസിലൊക്കെ ഇളക്കി കളിക്കുന്ന കണ്ടോ? 7, 8, 9, 10. Next. Okay. Okay, നീ പറഞ്ഞു. 1, 2, 3, kick. 1, 2, 3, kick. 1, 2, 3, kick. എന്തായി ചെയ്യുന്നേ? ഏയ്, നീ ചെയ്യ്, ഞാൻ നോക്കിക്കോളാം. Okay, continue. 1, 2, 3. ആലങ്കടക്കുളം നാരായണ, കടന്നു കഴിയുമ്പോ കോരായണ. അമ്നീഷൻ നടിച്ച് ഇവൻ കാണിക്കുന്നത് കുറച്ച് ഓവറാവുന്നില്ലേ? കുറച്ചല്ല, കൂടുതലായിരിക്കാം. എന്താ അരവിന്ദ് ഇങ്ങനെയൊക്കെ? ഒന്നുകിൽ നീ ചെയ്യ്. എനിക്കറിയില്ല, ഞാനിത് കരുതുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കും? അവന്റെ അടുത്ത് നീയും ദിവ്യയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള സത്യം പറഞ്ഞാലോ? സത്യം പറയണ്ട, കള്ളം പറയണം. മനസ്സിലായില്ല. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. അരവിന്ദ് അവന്റെ വായ കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം പറയണം. ഏയ്, ഞാൻ പറയുന്നത് പോലെ കേക്ക്. അവൻ പറയുന്നത് നോക്കിക്കോ. അയ്യോ, എന്തുപറ്റി? ഏയ്, വേണ്ട, കുഴപ്പമില്ല. ഏയ്, എന്നെ വിട്. താഴെ ഇരിക്ക്, അരവിന്ദ്, please. What's the problem with you? ഒന്ന് ഇറക്കി വിട്, പ്ലീസ് അരവിന്ദ്.